ശരീരത്തിൽ അങ്ങിങ്ങായിട്ട് കാണുന്ന വെളുത്ത പാടുകൾ അല്ലെങ്കിൽ വെളുത്ത കുത്തുകൾ, ഇത് കാലക്രമേണ ആ കുത്തിൻ്റെ വലിപ്പം വലുതായി വരുന്നു, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് അത് പരക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് വെള്ളപ്പാണ്ടിനെ പറ്റിയാണ്. നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ടായിരിക്കും പ്രവാചകന്മാരൊക്കെ വെള്ളപ്പാണ്ട് ചികിത്സിച്ച് ഭേദമാക്കിയതിനെ പറ്റി. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വെള്ളപ്പാണ്ടാണ്. ഞാൻ ഡോക്ടർ ഉമർ മുക്താർ, ഭൂമി നാച്ചുറൽ കെയർ വെൽനസിലെ യൂണിയൻ ഡിപ്പാർട്ട്മെൻറ്റ് ചീഫ് കൺസൾട്ടൻ്റാണ്. എന്താണ് വെള്ളപ്പാണ്ട്? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൻ്റെ നിറം നൽകുന്ന വസ്തു എന്ന് പറയുന്നത് മെലാനിനാണ്. മെലാനിൻ ഉണ്ടാക്കുന്നതാവട്ടെ മെലാനോസൈറ്റ്സ് എന്ന് പറയുന്ന കോശങ്ങളും. ഈ കോശങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ ഒരുപക്ഷെ കോശങ്ങൾ നശിക്കുന്നതാവാം, അല്ലെങ്കിൽ കോശങ്ങളുടെ എണ്ണം കുറയുന്നതാവാം. ഇങ്ങനെ സംഭവിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ നിറം നൽകുന്ന മെലാനിൻ കുറയുന്നത് വഴി ഏത് ഭാഗത്താണോ മെലാനിൻ കുറയുന്നത് ആ ഭാഗത്ത് ഒരു അബ്നോർമലായിട്ട് സാധാരണ അല്ലാത്ത രീതിയിൽ ഒരു വെളുത്ത നിറം കാണുന്നതിനെയാണ് വെള്ളപ്പാണ്ട് അഥവാ വിറ്റിലിഗോ അല്ലെങ്കിൽ ലൂക്കോഡെർമ എന്ന് പറയുന്നത്. പ്രായഭേദമന്യേ കുട്ടികൾ തൊട്ട് വയസ്സായ ആളുകൾക്ക് വരെ കണ്ടുവരുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരുപാട് കാലം പഴക്കമുള്ള അസുഖമാണ് ലൂക്കോഡെർമ. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും, പ്രവാചകന്മാരൊക്കെ വെള്ളപ്പാണ്ട് ചികിത്സിച്ച് ഭേദമാക്കിയെന്ന് പറയാറുണ്ട്. ആ കാലം തൊട്ട് ഈ കാലം വരെ നിലനിൽക്കുന്ന വളരെ എണ്ണം പറഞ്ഞ അസുഖങ്ങളേ ഉള്ളൂ. അതിൽപ്പെട്ട ഒന്നാണ് വെള്ളപ്പാണ്ട്. എന്നാൽ മറ്റ് അസുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ സോറിയാസിസ് ആവട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ആവട്ടെ, ടീനിയ പോലത്തെ അല്ലെങ്കിൽ അർട്ടിക്കേരിയ പോലത്തെ എക്സിമ പോലത്തെ അസുഖങ്ങളാവട്ടെ, ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെള്ളപ്പാണ്ട് പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നുള്ളതാണ്. ഇത് ജസ്റ്റ് ഒരു ഡിസ്പിഗ്മെൻറ്റേഷനാണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ നിറം കുറയുന്നൊരവസ്ഥ. ഇത് നമുക്ക് ഒരു കോസ്മെറ്റിക് ഇഷ്യൂ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതായത് നമുക്ക് സൗന്ദര്യത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന അപ്പുറത്തേക്ക് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത ഒരു അസുഖം കൂടിയാണ് വെള്ളപ്പാണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന് പ്രായമില്ല, കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായ ആളുകൾക്ക് വരെ കാണാറുണ്ട്. ഇതിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഇതിന് ഒരു യഥാർത്ഥ റീസൺ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ശരീരത്തിന് നിറം നൽകുന്ന മെലാനിൻ എന്ന് പറയുന്ന മെലാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോശങ്ങളുടെ എണ്ണം കുറയുകയോ നശിക്കുകയോ ചെയ്യുന്ന വഴിയാണ് ലൂക്കോഡെർമ അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് ഉണ്ടാവാറുള്ളത്. ശരീരത്തിൻ്റെ പല പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ കൈമുട്ട്, ഈ കൈയിൻ്റെ പുറം ഭാഗം, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഈ നെറ്റിയുടെ ഭാഗത്ത്, പല പല സ്ഥലങ്ങളായിട്ട് വെളുത്ത കുത്തുകളായിട്ടോ അല്ലെങ്കിൽ വെളുത്ത പാടുകളായിട്ടോ ഇങ്ങനെ നിറം മാറുന്ന അവസ്ഥയാണ് പൊതുവെ ലൂക്കോഡെർമ വെള്ളപ്പാണ്ടെന്ന് പറയാറുള്ളത്. ഇത് ചില തെറ്റിദ്ധാരണകളും ആളുകൾക്കിടയിൽ ഇത് ഉദാഹരണത്തിന് വെള്ളപ്പാണ്ടുള്ള രോഗിക്ക് നമുക്ക് കൈ കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വെള്ളപ്പാണ്ടുള്ള രോഗിയെ തൊട്ട് കഴിഞ്ഞ് വെള്ളപ്പാണ്ട് പകരുമോ എന്നുള്ള സംശയം നമുക്ക് കാണാറുണ്ട്. പരിപൂർണമായിട്ടും വെള്ളപ്പാണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സ്പർശനം വഴി പരക്കുന്ന അസുഖമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റിൻ്റെ കുറവ് കൊണ്ടാണ് ഇത് സംഭവിക്കാറുള്ളത്. ഇത് മറ്റൊരു വ്യക്തിയിലും മെലാനിൻ്റെ എമൗണ്ട് കുറയുമ്പോൾ മാത്രമേ ആൾക്കും ലൂക്കോഡെർമ അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് സംഭവിക്കുകയുള്ളൂ. തൊടുന്നത് വഴി അല്ലെങ്കിൽ സ്പർശിക്കുന്നത് വഴി ഒരിക്കലും വെള്ളപ്പാണ്ട് എന്ന് പറഞ്ഞ അസുഖം പകരുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു ജെനറ്റിക് ഡിസോർഡർ കൂടെയാണ്. പാരമ്പര്യമായിട്ടും വെള്ളപ്പാണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണം, നമ്മുടെ പിതാക്കന്മാർക്കോ മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും വെള്ളപ്പാണ്ട് അസുഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്കത് പിടിപെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എന്നാൽ മറ്റ് ചില കാരണമായിട്ട് പറയുന്നത് എന്തെങ്കിലും ഡെഫിഷ്യൻസി കൊണ്ടാവാം, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടാവാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൃത്യമായിട്ടുള്ള അളവിൽ വിറ്റാമിൻസോ മിനറൽസോ തുടങ്ങിയിട്ടുള്ള ധാതു ലവണങ്ങൾ കുറവാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന സ്കിൻ ഇഷ്യൂസ് വഴി നമുക്ക് ലൂക്കോഡെർമ വെള്ളപ്പാണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാരണമായിട്ട് പറയുന്നത് എൻഡോക്രൈനൽ ഡിഫക്റ്റുകളാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ചില ഗ്രന്ഥികളുണ്ട്, അന്തസ്രാവ ഗ്രന്ഥികൾ നമ്മളതിന് പറയാറുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും തൈറോയിഡിന് എന്തെങ്കിലും ഇഷ്യൂസുള്ള ആളുകൾ, തൈറോയ്ഡ് ടോക്സിക്കോസിസ് എന്ന കണ്ടീഷനെ പറയാറുള്ളത്. ആ അവസ്ഥയുള്ള ആളുകളാണെങ്കിൽ, തൈറോയിഡിൽ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് സൈഡ് എഫക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു കോംപ്ലിക്കേഷനായിട്ട് ലൂക്കോഡെർമ കാണാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു കാരണമായിട്ട് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ വീട്ടിലാർക്കെങ്കിലും തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും, ഇവർ കൃത്യമായിട്ട് മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ തൈറോനോം 25 mcg 50 mcg പോലത്തെ മരുന്നുകൾ എടുത്തു കഴിഞ്ഞിട്ടും ഇവരുടെ തൈറോയ്ഡ് റേഞ്ച് നോർമൽ ആവുമെന്നല്ലാതെ കൃത്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കൊള്ളുന്നുണ്ടായിരിക്കില്ല. ഒരു പക്ഷേ അവർക്ക് ഇപ്പോഴും വെയിറ്റ് ഗെയിനോ വെയിറ്റ് ലോസോ ഉണ്ടായിരിക്കും. അതായത് അവർക്ക് തടി കൂടുന്നതോ തടി കുറയുന്നതായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരിക്കും, മുടി കൊഴിച്ചിൽ ഉണ്ടായിരിക്കും, മൂഡ് സ്വിങ്സ്, അവരുടെ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും, അവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഒരു പക്ഷേ എല്ലാം തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആവണം എന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ പിന്നിലുള്ള മെക്കാനിസം എന്ന് പറയുന്നത് അവരുടെ മറ്റു പല പ്രശ്നങ്ങളായിരിക്കും. ഉദാഹരണത്തിന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയും.
ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു വസ്തു കടന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുന്ന ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ ഡിഫെൻസീവ് മെക്കാനിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയും, രോഗപ്രതിരോധ ശേഷി. ചില കാരണങ്ങൾ കൊണ്ട്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിൽ സഫീഷ്യൻ്റായിട്ട് കൃത്യമായിട്ടുള്ള അളവിൽ ബാക്ടീരിയകൾ വേണം നമ്മുടെ ദഹനം ശരിയായിട്ട് നടക്കണമെങ്കിൽ, വയറിൻ്റെയും കുടലിൻ്റെയും പ്രോപ്പറായിട്ടുള്ള ഫംഗ്ഷൻ നടക്കണമെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയകൾ വേണം. ഈ ബാക്ടീരിയകളുടെ അമൗണ്ട് വ്യത്യാസം വരുന്ന സമയത്ത് ദഹനം പ്രോപ്പർ നടക്കാതെ വരികയും മറ്റു പല ടോക്സിൻസും ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ ടോക്സിൻസ് മെല്ലെ മെല്ലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിലേക്ക് വഴി വെക്കാറുണ്ട്. ഉദാഹരണത്തിന് ഗ്ലൂട്ടൻ അലർജിയുള്ള ആളുകളുണ്ടായിരിക്കും. ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ട, മൈദ പോലത്തെ ഫുഡുകൾ ഉണ്ടാകുന്ന തരം പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ എല്ലാവർക്കും ഒരേപോലെ ദഹിച്ചോണം നിർബന്ധവുമില്ല. അപ്പോൾ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇത് ദഹിക്കാതെ വരികയും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് എന്ന് പറയുന്ന ഒരവസ്ഥ, ഗ്ലൂട്ടൻ ശരീരത്തിൽ പറ്റാത്തൊരവസ്ഥ, അതിൻ്റെ ഒരു ബാക്കി പത്ര നിലക്ക് ഈ പറയുന്ന ബാക്ടീരിയകളുടെ ഗ്രോത്ത് കുറയുകയും ചീത്ത ബാക്ടീരിയകളുടെ അമൗണ്ട് കൂടുകയും ഇത് ഒരു ടോക്സിൻസ് പുറത്ത് വിട്ട് ആ ടോക്സിൻസ് മെല്ലെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിലേക്ക് വഴിവെക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സെറട്ടോണിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ട്, ഹാപ്പി ഹോർമോൺ എന്നാണ് പറയപ്പെടുന്നത്. ഈ ഹാപ്പി ഹോർമോണാണ് നമ്മുടെ ശരീരത്തിൽ സന്തോഷത്തിനൊക്കെ വഴിവെക്കുന്നത്. അപ്പോൾ ഈ ഹോർമോണിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ സംഭവിക്കുമ്പോൾ, ഇപ്പോൾ 90% സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കപ്പെടുന്നത് കുടലിലാണെന്നാണ് പറയപ്പെടുന്നത്, 10% തലച്ചോറിലും. അപ്പോൾ നമ്മുടെ ദഹനം ശരിയല്ല എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ശോധന കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല എങ്കിൽ, മലബന്ധമുള്ള ആളാണെങ്കിൽ സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയും. അത് നമ്മുടെ മൂഡ് സ്വിങ്സിലേക്ക് വഴിവെക്കും. അത് മെല്ലെ മെല്ലെ ഈ പറയുന്ന ടോക്സിൻസ് ഉണ്ടാവാനും ആ ടോക്സിൻസ് നേരെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിലേക്കും വഴിവെക്കാറുണ്ട്. അപ്പോൾ ഇത്തരം ഓട്ടോ ഇമ്മ്യൂണിറ്റി ഡിസോർഡറുകൾ അത് തൈറോയിഡിനെ ബാധിക്കാം. തൈറോയിഡിനെ തൈറോടോക്സിക്കോസിസ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇത്തരം അവസ്ഥകൾ ഉണ്ടെങ്കിൽ തന്നെ അതൊരു പക്ഷേ ല്യൂക്കോഡെർമയായിട്ട് മാറാം. ഇനി അതല്ല എങ്കിൽ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ സ്വന്തം ശരീരം നമുക്കത് തിരിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റിനെ അല്ലെങ്കിൽ മെലാനിൻ ഉണ്ടാക്കുന്ന മെലാനോസൈറ്റ്സിനെ ഈ പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ നശിപ്പിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത്തരം അവസ്ഥകളിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ കണ്ടീഷനുകളിലും തൈറോയിഡുമായി ബന്ധപ്പെട്ട അസുഖങ്ങളിലും ല്യൂക്കോഡെർമ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ചില രോഗികളിലാവട്ടെ ഈ വെള്ളപ്പാണ്ട് ല്യൂക്കോഡെർമ എന്ന് പറയുന്ന അവസ്ഥ കാണുന്നത് ചില മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടായിരിക്കും. സ്റ്റിറോയിഡ് പോലത്തെ ചില മരുന്നുകൾ എടുക്കുന്ന വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്ന വഴിയോ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വെള്ളപ്പാണ്ട് കാണാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഒന്ന് നമ്മുടെ പാം, അതായത് നമ്മുടെ കൈപ്പത്തിയുടെ മേൽഭാഗത്ത്, ഫേസിൽ, മുഖത്ത്, കൺപോളയുടെ മേലെ, നെറ്റിയിൽ, മുടി മുളക്കുന്ന സ്ഥലത്ത്, ഇങ്ങനത്തെ പല പല ഭാഗങ്ങളാണ് കാണാറുള്ളത്. ഇത് ആദ്യം ഒരു ഡോട്ടായിട്ടാണ് കാണുക, പിന്നീട് അത് കൃത്യമായിട്ടുള്ള ഷേപ്പിലായിരിക്കും, പിന്നീട് അത് പല പല ഡോട്ടുകളായിട്ടും പല പല പാച്ചസ് ആയിട്ടും കാണാറുണ്ട്, പിന്നീട് അത് ശരീരത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവാറുണ്ട്. ഇതാണ് ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. വെള്ളപ്പാണ്ടുള്ള ആളുകൾ ഒഴിവാക്കേണ്ട ചില ഭക്ഷണപദാർത്ഥങ്ങളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് പാലും പാലുൽപ്പന്നങ്ങളും. പാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൈര്, മോര് തുടങ്ങിയിട്ടുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ അവർ ഒഴിവാക്കേണ്ടതാണ്. കാരണം ഈ ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ വെള്ളപ്പാണ്ടിൻ്റെ പ്രശ്നം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതേപോലെ തന്നെ അവർ ഒഴിവാക്കേണ്ട മറ്റൊരു വസ്തുവാണ് പുളിയുള്ള ഭക്ഷ്യവസ്തുക്കൾ. ഉദാഹരണത്തിന് നമ്മൾ കറിയിൽ ഉപയോഗിക്കുന്ന പുളി, അതുപോലെ ഇരുമ്പാം പുളി എന്ന് പറയുന്ന പുളി, അതുപോലെ വാളൻ പുളി തുടങ്ങിയിട്ടുള്ള എല്ലാ സോറായിട്ടുള്ള എല്ലാ ഫുഡുകളും അതുപോലുള്ള പഴങ്ങളും ഒഴിവാക്കുന്നത് വെള്ളപ്പാണ്ടിൻ്റെ ആധിക്യം കൂട്ടുന്നത് ഒരു പരിധിവരെ സഹായിക്കും. യുനാനി സിദ്ധാന്തപ്രകാരം ഇതിനൊരു കഫ സ്വഭാവമുള്ള അസുഖമായിട്ടാണ് കണക്കാക്കുന്നത്. കഫ എന്ന് പറയുന്നത് നമ്മൾ തുപ്പിക്കളയുന്ന കഫമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉള്ള ഫ്ലൂയിഡ്, അതായത് ഈർപ്പം, വാട്ടർ കണ്ടനൊക്കെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ദ്രാവകമായിട്ടാണ് കഫത്തെ കണക്കാക്കുന്നത്. ഇതിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകളാണ് ല്യൂക്കോഡെർമ അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് എന്ന അസുഖം ആയിട്ടാണ് യുനാനി കണക്കാക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നത് വഴി ല്യൂക്കോഡെർമ എന്ന് പറയുന്ന കണ്ടീഷനെ പരിപൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. വെള്ളപ്പാണ്ടുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പർ വിളിച്ച് ചോദിക്കുകയോ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയോ ചെയ്യാം. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്